അടുത്ത അയാളുടെ പടം വരാൻ പോകുന്നുണ്ട്. ഇനി അയാളുടെ കുറേ ഇൻ്റർവ്യൂകൾ മാലമാല പോലെ വരാനുണ്ട്. അവയെല്ലാം എടുത്തു കൊടുക്കാൻ വേണ്ടി കട്ട്സ് കൊടുക്കാൻ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. പക്ഷേ ബേസിക് സംഗതി എന്ന് പറഞ്ഞാൽ ഇര എന്ന് വിചാരിക്കുന്ന ഒരാൾ തൃശ്ശൂരിലെ വീട്ടിലുണ്ട്. അവർക്ക് ഈ കേസിലെ വിധി വന്നപ്പോൾ തനിക്ക് നീതി കിട്ടി എന്ന് തോന്നുന്നുണ്ടോ? തനിക്ക് ഈ സ്റ്റേറ്റ് ഈ സംവിധാനം എനിക്ക് നീതി മേടിച്ച് തന്നു എന്നവർക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഈ പണിയെടുക്കുന്ന മുഴുവൻ വെറുതെയാണ്. കയ്യിൽ പൈസയുള്ള ഒരു കേന്ദ്രമില്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഗതി നടക്കാൻ ഒരു മൗലികമായ ആലോചന അതിനകത്ത് വേണ്ടേ? ഒരു ലോക്കൽ ഗുണ്ടയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നതാണോ? ഇത്രയും ഹൈ പ്രൊഫൈൽ ഒരു നടിയെ പിടിച്ചുകൊണ്ട് പോയി റേപ്പ് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ അയാളുടെ കേവലമായ ലൈംഗിക വാഞ്ച, അതോ അതിനപ്പുറത്തേക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ തട്ടാം എന്നാണ് അയാളുടെ തന്നെ ഒരുതരം ബലാത്സംഗ കൊട്ടേഷൻ എന്ന് വെച്ചാൽ പൈസ തട്ടാം, ബ്ലാക്ക് മെയിൽ ഉദ്ദേശിക്കുന്നതായിരിക്കും. പാളിപ്പോയല്ലോ, പൈസ തട്ടുന്നുള്ള പ്ലാൻ നടന്നില്ല. അപ്പോൾ പിന്നെ അത് കേസാകുമ്പോൾ പിന്നെ വേണ്ടത് കാശ് ഇറക്കിക്കൊണ്ടേയിരിക്കണം, എന്നാലേ ഉരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതൊക്കെ ഇവിടുന്ന് എല്ലാവരും ഇതിന് ന്യായമായിട്ട് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, അതായത് ദിലീപിനെതിരെ തെളിവൊന്നും നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയില്ല. കോടതിയും പറഞ്ഞ ദിലീപ് ഗൂഢാലോചനക്കാരനാണെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന തെളിവുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ട് കാണും. പക്ഷേ ഇതിനകത്തൊരു മൗലികമായ ചോദ്യമുണ്ട്. എല്ലാവരും 6 പ്രതികളെ ശിക്ഷിച്ചു കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു എന്ന മട്ടിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എല്ലാം. ദിലീപിനെ എല്ലാ അസോസിയേഷനിലേക്ക് തിരിച്ചെടുക്കാനുള്ള ശ്രമം വളരെ ഊർജ്ജമായി നടക്കുന്നു. മൗലികമായ കുറേ ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. ഇതിനകത്തൊരു ഗൂഢാലോചന കേന്ദ്രം സത്യത്തിലില്ലേ? അതായത് പൾസർ സുനി എന്ന് പറഞ്ഞ ഒരു ലോക്കൽ ഗുണ്ട, ഒരു നിലയ്ക്കുള്ള സോഷ്യൽ ക്യാപിറ്റൽ ഇല്ലാത്ത ഒരു ലോക്കൽ ഗുണ്ട, പൈസ അയാളുടെ ഇല്ല, അയാൾക്ക് സോഷ്യൽ ക്യാപിറ്റലും ഇല്ല. അങ്ങനെ ഒരാൾ പല മേഖലകളിൽ നിന്നുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ നടത്തുന്നത്. നോക്കണം, പല സ്ഥലത്തു നിന്നുള്ള ആളുകളെ പൈസ ഓഫർ ചെയ്ത് കൊണ്ടുവന്ന് ഓപ്പറേഷൻ നടത്തുന്നു. അതിന് അയാൾക്ക് വാഹനങ്ങൾ ആവശ്യമുണ്ട്, ആളുകൾക്ക് കൊടുക്കേണ്ട പേയ്മെൻറ്റ് ആവശ്യമുണ്ട്. ഇത് പൂർത്തിയായതിനു ശേഷം, ഈ ആക്ഷൻ പൂർത്തിയായതിനു ശേഷം അയാൾ നീണ്ട കോടതി വ്യവഹാരങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങി വരുന്നു. പുറത്തിറങ്ങി വന്ന മനുഷ്യൻ ആഡംബരത്തോടെ ജീവിക്കുന്നു. അപ്പോൾ അയാളുടെ റീലിൽ മാത്രം അപ്ലോഡ് ചെയ്യുന്ന ഒരു പേജ് നിങ്ങൾക്ക് ഇൻസ്റ്റേ കാണാം. അവിടെ എല്ലാം ഭയങ്കര മാസ് ഡയലോഗ് ഇട്ടിട്ട് അയാൾ അപ്പിയർ ചെയ്യുന്നത് കാണാം. ആഡംബര വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. കഴിഞ്ഞ ദിവസം അയാളെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ അയാളെ കളമശ്ശേരിയിൽ ആഡംബര വാഹനത്തിൽ കണ്ടുവന്നു. ഇപ്പോഴും അയാൾ ഹാപ്പിയായി ജീവിക്കുന്നു, എനിക്കൊന്നും പേടിക്കാനില്ല എന്ന മട്ടിൽ. അപ്പോൾ ഒരു കേന്ദ്രം, അതായത് കയ്യിൽ പൈസയുള്ള ഒരു കേന്ദ്രം ഇല്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഗതി നടക്കാൻ ഒരു മൗലികമായ ആലോചന അതിനകത്ത് വേണ്ടേ? ഒരു ലോക്കൽ ഗുണ്ടയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നതാണോ? ഇത്രയും ഹൈ പ്രൊഫൈൽ ഒരു നടിയെ പിടിച്ചുകൊണ്ട് പോയി റേപ്പ് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ അയാളുടെ കേവലമായ ലൈംഗിക വാഞ്ച, അതോ അതിനപ്പുറത്തേക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ തട്ടാം എന്നാണ് അയാളുടെ തന്നെ ഒരുതരം ബലാത്സംഗ കൊട്ടേഷൻ എന്ന് വെച്ചാൽ പൈസ തട്ടാം, ബ്ലാക്ക് മെയിൽ ഉദ്ദേശിക്കുന്നതായിരിക്കും. പാളിപ്പോയല്ലോ, പൈസ തട്ടുന്നുള്ള പ്ലാൻ നടന്നില്ല. അപ്പോൾ പിന്നെ അത് കേസാകുമ്പോൾ പിന്നെ വേണ്ടത് കാശ് ഇറക്കിക്കൊണ്ടേയിരിക്കണം, എന്നാലേ ഉരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതൊക്കെ എവിടുന്നാണ്? ഈ കൂടെയുള്ള ആൾക്കാരുടെ കാര്യമൊക്കെ നോക്കിയതാരാണ്? അതിന് ചോദ്യമുണ്ട്. 2, ദിലീപ് ഇതിനകത്ത് ഒരു പങ്കാളിത്തവും ഇല്ലാത്ത ആളാണെങ്കിൽ ദിലീപ് ഈ കേസിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ ഒരു പരമ്പര നമുക്ക് കാണാം. മൊഴിമാറ്റങ്ങളുടെ, വ്യാജ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഉണ്ടാക്കുന്നതിൻ്റെ എത്ര പേരാണ് മൊഴിമാറ്റിയത്? ദിലീപും ദിലീപിൻ്റെ പാർട്ട്ണറും ദിലീപിൻ്റെ സുഹൃത്തായിരുന്ന കാവ്യയും ഇൻഡസ്ട്രിയിലുണ്ടായിരുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന പരമമായ യാഥാർത്ഥ്യങ്ങൾ പലതും കോടതിയിൽ പോയി ഇവരെല്ലാം മാറ്റി പറഞ്ഞതിനാണ്. എല്ലാവർക്കും അറിയാമല്ലോ, ദിലീപും തമ്മിൽ ഒരു കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം ഇൻഡസ്ട്രിയിലെ പല ആൾക്കാരും മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് നമുക്കെല്ലാം അറിയാം. ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന മട്ടിൽ കാവ്യ മാധവൻ മുതൽ ഇടവേള ബാബുവും സിദ്ദിഖും ഇവരെല്ലാവരും പോയി മാറ്റി പറഞ്ഞ എന്തിനാണ്? കോടതിയിൽ ഒരു വേള പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ കോടതിയിൽ മാറ്റി പറഞ്ഞ എന്തിനാണ്? വ്യാജ റെക്കോർഡ്സ് ഉണ്ടാക്കിയ എന്തിനാണ്? ഒരു ഘട്ടത്തിൽ ദിലീപ് തന്നെയും പറഞ്ഞു, അതെന്താ ആക്രമണം നേരിട്ട ഒരു നടിക്ക് പെട്ടെന്ന് പൊതുവേദിയിലേക്ക് വീണ്ടും രംഗപ്രവേശനം ചെയ്യാൻ കഴിയുമോ? അങ്ങനെ ആക്രമണം നേരിട്ടുണ്ടോ എന്ന് സംശയം തന്നെ അയാൾ മാത്രമായി പങ്കുവയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദിലീപ് ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ടാണോ പോയിട്ടുള്ളതെന്ന് ചോദിച്ചാലല്ല, എന്തൊക്കെയോ തരത്തിലുള്ള മാനിപ്പുലേഷൻസ് അയാൾ നടത്തുന്ന നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. പിന്നൊന്ന് ഈ പൾസർ സുനിയുടെ, അപ്പോൾ പിന്നെ ദിലീപ് അല്ല എന്ന് കരുതട്ടെ, ആരാണ് ഇതിൻ്റെ ഗൂഢാലോചന കേന്ദ്രം എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഗൂഢാലോചന കേന്ദ്രവും ഇല്ല, കുറേ ക്രിമിനലുകളുടെ സാധാരണ നിലയ്ക്കുള്ള അതിക്രമമാണെന്ന് വിചാരിക്കാൻ ഒരു നിർവാഹം ഇതിനകത്ത് ബാക്കിയില്ല എന്ന് കാണേണ്ട കാര്യമാണ്. അപ്പോൾ അതിൽ ഞാൻ വീണ്ടും പറയുന്ന പോയിൻ്റ് അതാണ്, ഇതിലെ ഒരു കിൻപിൻ ആരാണെന്നതിൻ്റെ ഗൂഢാലോചന കണ്ടെത്തി ശിക്ഷിക്കുന്നതിൽ സ്റ്റേറ്റ് പരാജയപ്പെട്ടു പോയി. ആ സ്റ്റേറ്റ് പരാജയപ്പെടുമ്പോൾ സ്റ്റേറ്റിന് അതിനകത്ത് പരിധി കവിഞ്ഞ നിരാശയൊന്നും സ്റ്റേറ്റ് രേഖപ്പെടുത്തി കാണുന്നില്ല. ദിലീപ് രക്ഷപ്പെട്ടല്ലോ എന്ന സങ്കടവും നിരാശയും രോഷവും ആരും പങ്കുവെക്കുന്നില്ല. അത് പ്രതിപക്ഷത്തിനുമില്ല, സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്കുമില്ല. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഘട്ടത്തിൽ നാം കണ്ടതാണ്. ഈ അക്രമത്തിന് ശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്, ഓർക്കണം. ആ അക്രമത്തിന് കാരണമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നവർക്ക് ആ അക്രമത്തിൻ്റെ മേലുള്ള കേസ് ജെനുവിനായി പോകണമെന്നും അതിൽ ഏത് ഉന്നതനും പിടിക്കപ്പെടണമെന്നൊരു നിലപാടുണ്ടാവും ചോദിച്ചാൽ എനിക്ക് ആ കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ ആ കേസ് അങ്ങനെ നടക്കട്ടെ, അതിനകത്ത് കൂടുതൽ പരിധി കവിഞ്ഞ ആത്മാർത്ഥത കാണിച്ച് എല്ലാവരെയും പൂട്ടാനും നിൽക്കേണ്ടതില്ല. പല ഘട്ടത്തിലും ഈ സർക്കാരിനെ കുറിച്ച് നമുക്കറിയാം, സർക്കാർ വലിയ ആവേശം കാണിക്കുമ്പോൾ സർക്കാരിന് അതിൻ്റെ കാമ്പ് മനസ്സിലാവും. അതിപ്പോൾ ശബരിമല പോലും ഇങ്ങോട്ട് എടുത്താൽ മനസ്സിലാവും. വലിയ നവോത്ഥാന ആവേശം, വിപ്ലവ ആവേശമൊക്കെ കാണിക്കും, പക്ഷേ കാമ്പ് മനസ്സിലായി കഴിയുമ്പോഴാണ് പിന്മാറുക. അത് അമ്മയുടെ കാര്യത്തിലടക്കം സർക്കാർ സ്വീകരിച്ചിട്ടുള്ള സമീപനത്തിൽ വ്യക്തമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത്,
സൊസൈറ്റിയിലെ ഒരു വിഭാഗം ആൾക്കാർ അവർക്കൊപ്പം തന്നെയാണ് നിലപാട് പ്രഖ്യാപിച്ചേ പോകുന്നവർക്ക് അത് ഡിക്ലെയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഉള്ളിലുണ്ടായിരുന്നവർക്ക് ഡിക്ലെയർ ചെയ്യാൻ ഇന്നലെ ഒരു ദിവസം കിട്ടിയിരിക്കുന്നു എന്ന വിഷയത്തിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. അങ്ങനെയാണ്, അയാൾക്കത് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അയാൾ കേസിൽ പ്രതിയായിരിക്കും തന്നെ അയാളെക്കുറിച്ച് അയാളെക്കുറിച്ച് ഭംഗിയുള്ള ലേഖനം എഴുതാൻ ഇവിടെ ഇഷ്ടംപോലെ മുഖ്യധാര മാധ്യമങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. ഒരു വശത്ത് അയാൾക്കെതിരായിട്ടുള്ള വാർത്ത, ഇപ്പുറത്ത് അയാളെ പുകഴ്ത്തുന്ന കവർ ചിത്രങ്ങളുമായിട്ട്. സോ അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കണം. അടുത്ത അയാളുടെ പടം വരാൻ പോകുന്നുണ്ട്. ഇനി അയാളുടെ കുറേ ഇൻ്റർവ്യൂകൾ മാലമാല പോലെ വരാനുണ്ട്. അവയെല്ലാം എടുത്ത് കൊടുക്കാൻ വേണ്ടി, കട്ട്സ് കൊടുക്കാൻ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. പക്ഷേ ബേസിക് സംഗതി എന്ന് പറഞ്ഞാൽ, ഇര എന്ന് വിചാരിക്കുന്ന ഒരാൾ തൃശ്ശൂരിലെ വീട്ടിലുണ്ട്. അവർക്ക് ഈ കേസിലെ വിധി വന്നപ്പോൾ തനിക്ക് നീതി കിട്ടി എന്ന് തോന്നുന്നുണ്ടോ? തനിക്ക് ഈ സ്റ്റേറ്റ്, ഈ സംവിധാനം എനിക്ക് നീതി മേടിച്ച് തന്നു എന്നവർക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഈ പണിയെടുക്കുന്ന മുഴുവൻ വെറുതെയാണ്. അവർക്ക് തോന്നണം ഇതിൻ്റെ പിന്നിൽ ഒരാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തിച്ച ആളെ ഇവർ പിടിച്ചു. ഞാൻ വഴിയിൽ അരക്ഷതയായി നിൽക്കുമ്പോൾ എന്നെ സംരക്ഷിക്കാൻ ഇവിടുത്തെ സ്റ്റേറ്റ് സംവിധാനമുണ്ട്, നീതിന്യായ പീഠമുണ്ട്, നിഷ്പക്ഷരായിട്ടുള്ള പോലീസും സർക്കാരും ജഡ്ജിമാരും ഉണ്ടെന്നൊരു വിശ്വാസമാണ് നമ്മളെ ജീവിക്കാൻ റോഡിലോട്ടിറങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. അതിന് ആ സ്ത്രീക്ക് ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ അത് അനുസരിക്കപ്പെടണമെന്ന് ഞാൻ പറയും.